നമസ്കാരം കൂട്ടുകാരെ. അപ്പം ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ചിലങ്കയാണ് ഇന്നത്തെ അതിഥി. സ്വാഗതം ചെയ്യാം ചിലങ്ക. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പറയൂ. സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ചിലങ്ക, എനിക്ക് ചോദിക്കാനുള്ളത്, കുറേ നാളായിട്ട് കുറേ വർഷങ്ങളായിട്ട് കുറേ പ്രോഗ്രാം, കുറേ സീരിയൽസ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തപ്പെട്ടത് ചിലങ്ക, പറയൂ. ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ വന്നത്. പിന്നെ എൻ്റെ ഫാമിലിയുടെ ഭയങ്കരമായ സപ്പോർട്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കുക എന്നുള്ളത്. അച്ഛനും കൊച്ചച്ഛനും. എവിടാണ് ശരിക്കും ചിലങ്കയുടെ നാട് എവിടെയായിരുന്നു? എൻ്റെ സ്ഥലം പത്തനംതിട്ട കോന്നി എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ആ ഒരു അഭിനയത്തിന്റെ ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് ആദ്യത്തെ എത്തപ്പെട്ടത്? നമുക്ക് ഇങ്ങോട്ടൊരു ഓഫർ വരുമായിരുന്നു. അപ്പോൾ അച്ഛനും കൊച്ചച്ഛനും പറഞ്ഞത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല, നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് അന്നും ഇന്നും ഭയങ്കര ചമ്മലും പേടിയോ ഇപ്പോഴും ഉണ്ട്, ഇത്രയും അഭിനയിച്ചിട്ട് അല്ലേ? അപ്പൊ ശരിക്കും അവരുടെ ഒരു സപ്പോർട്ടാ എന്നെ ഇത്രയും വർഷം നിർത്തിയത്. എപ്പോഴും ഞാൻ കുറച്ച് അറിയാലോ, പല പല ഇൻസിഡൻസ് ഉണ്ടാവും. അപ്പൊ എപ്പോഴും ഞാൻ കുറച്ച് ബാക്കിലോട്ടാവുമ്പോ അവരൊന്ന് പുഷ് ചെയ്യും. അപ്പൊ ഇതിന് ചിലങ്ക എന്നുള്ള ആ പേര് അതിനകത്ത് കേൾക്കുമ്പോൾ, ആ ഒരു പേരൊക്കെ ഇടണമെങ്കിൽ തന്നെ അച്ഛനും അമ്മയൊക്കെ ആലോചിക്കുമല്ലോ. ചിലങ്ക എന്നുള്ളൊരു പേരൊക്കെ ഇടണമെങ്കിൽ അവർക്കൊരു കല, ഡാൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അങ്ങനെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ഒരു കലാകാരന്മാരുള്ളതായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? ആ ഒരു ഫാമിലിയിൽ ആരെങ്കിലും ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടോ? അവരൊക്കെ അവരുടെ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും അച്ഛനും കൊച്ചച്ഛനും ഒക്കെ പരമായിട്ട് പല ഇതുണ്ടായിരുന്നു. അച്ഛൻ്റെ അച്ഛനാ എനിക്ക് പേരിട്ടത് ചിലങ്ക. ഭയങ്കര വലിയ ഡാൻസർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് ഡാൻസ് പഠിക്കാൻ പോയോ? അതില്ല. ഓക്കെ, ചിലങ്കയ്ക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കി തരാൻ പോകുന്നത് ഒരു കുട്ടനാടൻ സ്റ്റൈല് കണവ റോസ്റ്റാണ്, സ്ക്വിഡ് റോസ്റ്റ്. പക്ഷേ ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളകും ഒരല്പം ഉപ്പും ചെറുതിനൊന്ന് മറിനേറ്റ് ചെയ്ത് വെക്കും. ഇത് ബട്ടറിനകത്ത് ഗ്രില്ല് ചെയ്യും, എന്നിട്ടൊരു മസാല ഉണ്ടാക്കി ഇതിനകത്ത് മിക്സ് ചെയ്യുന്ന തരത്തിലുള്ള റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്നെ ഒന്ന് മറിനേറ്റ് ചെയ്യാം. ചിലങ്കയായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് കുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? നമ്മുടെ അങ്ങോട്ട് അറിയാലോ, കപ്പ, മീൻകറി, അതൊക്കെയാണ് കൂടുതൽ. വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? അമ്മ ഉണ്ടാക്കി തരുന്നതിൽ മീൻകറി, കപ്പ. പിന്നെ അമ്മയുടെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി, നമ്മുടെ ചമ്മന്തി ആയാലും അമ്മ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കാണും അതിനകത്ത് കാണും. ഇപ്പൊ നമ്മള് തേങ്ങ ചുട്ട് അല്ലെങ്കിൽ മുളക് ചുട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഓരോ ചമ്മന്തിയൊക്കെ ആയാലും. അതെ, ഈ വറ്റൽ മുളക് ചുട്ടിട്ടാ അമ്മ കൂടുതൽ. നമ്മൾ സാധാരണ മുളക് പൊടിയല്ലേ ഇടുക, ഇത് വറ്റൽ മുളക് നന്നായി ചുട്ടിട്ടൊക്കെ അടുപ്പിൽ ചുട്ടെടുക്കുമ്പോൾ അതിന് വേറെ തരം ഫ്ലേവർ, പുകഞ്ഞ മണവും നല്ലൊരു സ്വാദ്. അതെ. അതുപോലെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ ചിലങ്ക ചെയ്യാറുണ്ടോ, അതോ ജസ്റ്റ് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കാം? അല്ല, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ ഇങ്ങനെ പരീക്ഷിക്കും. പരീക്ഷണ വസ്തു എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ്. അതേ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ, അതോ എന്ത് ഉണ്ടാക്കി തന്നാലും കുറ്റം പറയുന്ന ഒരാളാണോ? ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കും. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം ഇഡലി ഉണ്ടാക്കി കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കത്തിയും കൂടെ തന്നാ മുറിച്ചെടുക്കായിരുന്നു. സമയത്ത് അത്ര പരാജയമായിരുന്നു. പിന്നീടാണല്ലോ അത്. ഒരു 4-5 വർഷം കൊണ്ട് ഞാൻ ഇപ്പൊ നല്ലൊരു കുക്കായി. ഹസ്ബൻഡ് എന്തൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്? ഹസ്ബൻഡിന് കൂടുതൽ ഇഷ്ടം, ഞാൻ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ഇഷ്ടം ബിരിയാണിയാ. ബിരിയാണിയൊക്കെ എക്സ്പെർട്ട് ആയി. ഏത് സൈസ് ബിരിയാണിയാണ് ഉണ്ടാക്കാറ്? ചിക്കൻ ബിരിയാണി. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് ഉലുവയും കടുകുമാണ്. അതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക് ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനോടൊപ്പം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ഒരു സൈഡിലിടുന്നു, ലേശം പച്ചമുളക്, പൊടിയായിട്ട് അരിഞ്ഞ സവാള സെന്ററിൽ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് റോസ്റ്റ് ആയതിനു ശേഷമാണ് നമ്മളൊന്ന് മിക്സ് ആവുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് സാധാരണ വീടുകളിൽ വരുമ്പോൾ ഇത് ഇളക്കേണ്ടൊന്നും ആവശ്യമില്ല, കരി എന്നുള്ളൊരു പേടിയുണ്ടാവും. നമ്മളിതൊരു ചൂട് കറക്റ്റായിട്ടൊരു കുക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ രസം ഈ ഓയിൽ ഹീറ്റ് ചെയ്യുക, പാൻ്റെ ഹീറ്റ് തിരിച്ചറിയുക, ഏത് ടെമ്പറേച്ചറിൽ എത്തും. അതാണ് നമ്മൾ കുറച്ച് പാചകിക്കുമ്പോൾ കിട്ടുന്ന ഒരു നോളജാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മൾ അറിയില്ല, ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആ കരിയാതിരിക്കാൻ ആ ഓയിൽ ഒരു 180 ഡിഗ്രി ചൂടിലേക്ക് എത്തുമ്പോൾ കറക്റ്റായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം അതിൻ്റെ ഒരു ഫ്ലേവർ മാറും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളത് കുക്ക് ചെയ്യുന്നത്. ഒരു കിച്ചണിൽ പ്രൊഫഷണലായിട്ട് കുക്ക് ചെയ്യുമ്പോൾ പഠിച്ച് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഇതിനകത്ത് മസാലയൊക്കെ ഇട്ടു. അപ്പോഴത്തേക്ക് ഓൾറെഡി നമ്മളിത് സ്ക്വിഡ് മഞ്ഞപ്പൊടിയും കുരുമുളകും ഉപ്പ് ലേശം വെളിച്ചെണ്ണ ഇട്ടിട്ട് മറിനേറ്റ് ചെയ്തു. അത് ബട്ടർ ഗ്രില്ല് ചെയ്തിട്ട് ഈ മസാല ആകുമ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാണ്. പൊടിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉള്ള ഒരു പരട്ട് പരുവാണ്. ബട്ടർ ചെയ്യുമ്പോൾ യെസ്, അതിനകത്ത് വേറെ പുളി രസത്തിന് വേണ്ടിയിട്ട് ലേശം വാളം പുളിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ലേശം വാളം പുളിയുടെ ഒരു നീര്
കുറച്ചൊരു പുളി മാത്രം, ഒരുപാട് ഓവർ ഒരു കറിയുടെ കണക്കൊരു പുളിയല്ല. ഇതൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാം, അതുപോലെ ചോറിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് വെക്കാം, അതുപോലെ ബ്രെഡ്, ചപ്പാത്തി, അതിൻ്റെ കൂടെയൊക്കെ ആളുകളൊക്കെ കഴിക്കുന്നൊരു ഡിഷാണ്. അപ്പോൾ ചിലങ്കിൽ ഇതുപോലെ ഫുഡൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കപ്പ, നിങ്ങളൊക്കെ വന്ന സ്ഥലം അങ്ങനെയാണ്, എല്ലാം നല്ല മീൻകറി, കപ്പ, ഇറച്ചി, ഇങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ പത്തനംതിട്ടയിലെ ആ ഒരു ക്വിസിനൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതല്ലാണ്ട് വെറൈറ്റി ആയിട്ട് ഒരു ഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ല അങ്ങനെയൊക്കെ പോയി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ, അതോ നമ്മുടെ ട്രഡീഷണൽ ഫുഡ് മാത്രമാണോ ഇഷ്ടം? അല്ല, ഞാൻ എല്ലാം ട്രൈ ചെയ്യാറുണ്ട്. ഒരുപാട് കറികളൊന്നും വേണ്ട, വളരെ ഒന്നോ രണ്ടോ ഉള്ളത് വളരെ ഭയങ്കര നന്നായിട്ട് വേണം, അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. ഈ ഒരു ഷൂട്ടൊക്കെ ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ ഹോബി എന്താണ്? ഒരു ട്രാവലിംഗ് ആണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പൊതുവേ ഉള്ളൊരു? നമ്മൾ കുറേ ട്രാവല് ചെയ്തു. അപ്പൊ ശരിക്കും ഞങ്ങള് ഇന്ത്യ ഏകദേശം ഒരു പകുതി കണ്ടോ? കുറെ കവർ ചെയ്തു. അപ്പൊ അതിൽ ഞങ്ങൾ കൂടുതലും മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഫുഡ് തന്നെയായിരുന്നു. കേരളത്തിലെ ഭക്ഷണമൊക്കെ കഴിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ നമ്മൾ കാണും. പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പം അവിടുത്തെ ലോക്കൽ ക്വിസിനൊക്കെ നമ്മൾ അറിയും. സോ നിങ്ങൾ പോയ യാത്രയിൽ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വൗ എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു സ്ഥലമാണോ, ഏതെങ്കിലും സ്റ്റേറ്റ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണമാണോ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന അനുഭവം എന്താണ്? അത് ഇപ്പൊ ഡൽഹിയിലെ ഷെഫിനെ അറിയാം, ഡൽഹി സ്ട്രീറ്റുകളിലെ ഭക്ഷണം അത് ഭയങ്കര ടേസ്റ്റ്. അത് എനിക്ക് തോന്നുന്നു. അപ്പം ഇടയ്ക്കൊരു പനീറാണ്, പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് അവരുണ്ടാക്കിയത്. അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചു ഇത് എങ്ങനെയാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ കടുകെണ്ണയാണ്, മസ്റ്റർഡ് ഓയിൽ. അതെ, യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അത് വെസ്റ്റ് ബംഗാൾ, ഒറീസ ആ ഒരു റീജിയനിലാണ് കടുകെണ്ണയുടെ ഏറ്റവും ഫേവർ. അവർ സീ ഫുഡൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം അത് ചൂടായി വരുമ്പം അതിൻ്റെ ഒരു ഫ്ലേവർ മലയാളികൾക്ക് ഇഷ്ടപ്പെടില്ല. തിരിച്ചും വെളിച്ചെണ്ണ ചൂടാകുമ്പം അവർക്കും അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് ആ ഒരു, പക്ഷെ നമ്മളൊരു ഫുഡ് എന്താണ്, അതിൻ്റെ ക്വിസിൻ എന്താണ്, അതിൻ്റെ ഒരു ചരിത്രം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയ കടുകെണ്ണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിഷിൻ്റെ ചില ഡിഷുകൾ അതിനകത്ത് കടുകെണ്ണയ്ക്കകത്ത് അവർ ഈ ഓണിയൻ്റെ സീഡ് ഉണ്ട്, കലോഞ്ചി എന്ന് പറയും, അതും പെരിഞ്ചീരകം, ഉലുവ ഇട്ട് താളിക്കുമ്പോൾ വേറൊരു പ്രത്യേകതരം ഒരു ഫ്ലേവർ. അപ്പോൾ അത് നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും വത്തൽമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ട് താളിക്കുന്നതിൻ്റെ വേറൊരു വേർഷനിലാണ് ഈ കടുകെണ്ണ വെച്ചിട്ടുള്ള ഭക്ഷണം. ഇപ്പം പക്ഷേ കടുകെണ്ണയൊക്കെ മലയാളികളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി, അതുപോലുള്ള ഡിഷുകളൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടിരുന്നു? അത് ഇഷ്ടപ്പെട്ടു. കുറേ ആയി കഴിഞ്ഞപ്പോൾ ചില സ്ഥലത്തേക്ക് ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ്. ഓക്കെ, അപ്പൊ അത് ആ ഒരു പനീർ ഡിഷാണ് ഏറ്റവും ആയിട്ട് തോന്നുന്നത്. അതെ, പനീർ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇന്ത്യ അല്ലാതെ വേറെ എന്തെങ്കിലും ഇതേപോലെ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലമുണ്ട്? നമ്മുടെ ലോക്ക്ഡൌൺ വന്നപ്പോ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ല. പിന്നെ രണ്ടുപേരും തിരക്കിലായിപ്പോയി കുറെ. ഇപ്പൊ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും പുള്ളിക്ക് വർക്ക് ഉണ്ടാവുക. പുള്ളിയും ഈ ഫീൽഡിൽ തന്നെയാ, എഡിറ്ററാണ്, മൂവി ചെയ്യുക. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ബിസിയാണ് ചില സമയത്ത്. അപ്പൊ രണ്ടുപേരും കൂടി ഇതാവുന്ന ഒരു ടൈമിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഒരേ മേഖലയിലുള്ള രണ്ട് വ്യത്യസ്തമായിട്ട്, ഒരാൾ അഭിനേതാവാണ്, ഒരാൾ ടെക്നിക്കൽ സൈഡാണ്. അവര് ഒരു പാർട്ട്ണറായി ലൈഫ് കല്യാണം കഴിച്ച് പങ്കാളിയായിട്ട് ജീവിക്കുമ്പോൾ ഈ മ്യൂച്വലി സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെക്നിക്കലി ഇപ്പോൾ ഒക്കെ ഒരു എഡിറ്റർ എന്ന നിലയിൽ പല ഷോട്ടും അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞു തരുമോ, ഇങ്ങനെയൊക്കെ ചെയ്യണം, അതുപോലെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടായിട്ട് വരുവാണോ, അതോ ഇറ്റ്സ് നോർമൽ? അല്ല, എൻ്റെ അടുത്ത് കൂടുതലും എൻ്റെത് ഞാൻ കാണിക്കാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ എന്തായാലും അതിലൊരു 10 കുറ്റം എനിക്ക് എൻ്റെ അടുത്ത് പറയും. പിന്നെ നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയും, എന്താ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറയും. ഞാൻ മാക്സിമം അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ കുറിച്ച് എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ടും കൂടുതൽ ഇടപെടാറില്ല. പിന്നെ ആകെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ഇപ്പൊ സിനിമയും കാര്യങ്ങളും ഒക്കെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ശല്യം ചെയ്യാതെ അതൊക്കെയാണ് ചെയ്യാ. അപ്പൊ ഈ ചിലങ്കിക്ക് ഏതുതരം കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം? ഇപ്പൊ സീരിയലൊക്കെ ചെയ്യുമ്പം പലതരം വേർഷങ്ങൾ വരുമല്ലോ. അപ്പൊ എല്ലാം നല്ല പോസിറ്റീവ് ആണെന്നില്ല, വില്ലത്തികൾ വരും, അല്ലാതെ കുറച്ച് കോമഡി ആയിരിക്കും, സീരിയസ് ആയിരിക്കും, ഭയങ്കര പാവമായിട്ടൊക്കെ ഉള്ള, അതാണല്ലോ സീരിയലിലെ കുറെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എന്തായാലും വേണം. അപ്പോൾ ചിലങ്കയുടെ ഫേവറേറ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാവുന്ന ചിലങ്കയ്ക്ക് തോന്നുന്ന ഏതുതരം ക്യാരക്ടറാണ്? എനിക്ക് നെഗറ്റീവാണ് ഇഷ്ടം. എനിക്ക് ശരിക്കും നെഗറ്റീവ്. എനിക്ക് കൂടുതൽ വരുന്നത് പോസിറ്റീവാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് നെഗറ്റീവ് റോൾസ് ചെയ്തിട്ടുണ്ടോ? ഒരെണ്ണം ചെയ്തു. പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് കിട്ടും കുറേ കൂടെ ഇല്ലേ? പോസിറ്റീവിനും ഉണ്ട്, എന്നാലും കുറച്ചുകൂടി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നെഗറ്റീവ് ചെയ്യാൻ.
അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ആവുക? എപ്പോഴും പുതിയ സംഭവങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് എന്ത് മാറ്റമാണ് വരുത്തുക? എങ്ങനെയാണ് നമ്മൾ, അതോ ജസ്റ്റ് പ്ലാൻ ഇല്ലാതെ തന്നെ വരുന്നിടത്ത് വെച്ചിട്ട് കണ്ടിട്ട് അതുപോലെ അങ്ങ് അപ്ഡേറ്റ് ആവുകയാണോ? അല്ലെങ്കിൽ നേരത്തെ അറിയാവൂ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവാറുണ്ട്. ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പറയും സീരിയലിലൊക്കെ അങ്ങനെ പ്രിപ്പറേഷൻ ഉണ്ട്, എല്ലാം ഒരേ പാറ്റേൺ അല്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അങ്ങനെയല്ല, പഴയതുപോലെയൊന്നുമല്ല. ഇപ്പം ഞാൻ എൻ്റെ എല്ലാ എപ്പിസോഡ്സും കാണാറുണ്ട്. കാരണം ഇന്ന് ചെയ്തതിനെക്കാട്ടിൽ എത്ര നന്നാക്കി അടുത്തത് ചെയ്യാൻ പറ്റും അതിന് ഞാൻ ശ്രമിക്കാറുണ്ട്. ആത്മാർത്ഥമായിട്ട് നമ്മൾ തന്നെ കണ്ട് ഏറ്റവും വലിയൊരു ക്രിട്ടിക്ക് നമ്മൾ തന്നെ ആയിരിക്കണം. നമ്മളുടെ തെറ്റുകൾ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുന്നതിന് മുന്നേ നമുക്ക് ചിലപ്പോൾ അവർ കാണാത്തത് പോലും നമ്മൾ കണ്ടേക്കാം, നമുക്ക് ഇതിലും കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും കണ്ട് മനസ്സിലാക്കി സ്വയം നമ്മൾ ചെയ്ത് വെച്ചിരുന്ന കണ്ടിട്ട് അതിനെ എങ്ങനെ നെക്സ്റ്റ് ഡേ അതിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം എൻ്റെ ഒരു 1ാമത്തെ സീരിയലിൽ നിന്ന് ഇപ്പോൾ ഒരു 15ാമത്തെ സീരിയലിൽ വന്ന് നിൽക്കുമ്പം ഞാൻ മാക്സിമം അതിൽ നിന്ന് കുറേയൊക്കെ വ്യത്യാസം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിക്കുന്നുമുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്വിഡിനെ നമ്മൾ പാൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉലുവയും അതുപോലെ കടുകും ഇട്ടു. അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് നന്നായിട്ട് ചെയ്തു. അതിനുശേഷം ഓണിയൻസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്തു. ഒരു സൈഡിലേക്ക് പകുതി കുക്കായ സമയത്താണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി, ആവശ്യമുള്ള ഉപ്പിട്ടിട്ട് റോസ്റ്റ് ചെയ്തു. പിന്നെ തക്കാളി അരിഞ്ഞിട്ട് ഇതിനെ നന്നായിട്ടൊരു മസാലയായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇനി പാൻ ചൂടാകുമ്പോഴാണ് നമ്മൾ സ്ക്വിഡ് വേഗത്തിൽ കുക്കാവും. ഇതിനകത്തൊന്ന് ഗ്രില്ലാക്കിയിട്ട് ഇതിനകത്ത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദാണ്. അപ്പോൾ ഇനി ഇതിന് പുളിക്ക് വേണ്ട ഒരല്പം വാളം പുളി ഒരു നുള്ളു ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില, അല്പം കറിവേപ്പില ഇതിനും കിടക്കട്ടെ. കറിവേപ്പില നമ്മൾ എണ്ണയുടെ കൂട്ടത്തിൽ ഇടത്തില്ലല്ലേ? ഒരു ഇൻഗ്രീഡിയൻസിന് പലതരം ഫ്ലേവറാണ്. നമ്മളിപ്പോൾ എണ്ണയ്ക്കകത്ത് പൊരിച്ചിടുമ്പോൾ ഉണ്ടാകുന്നൊരു മണമല്ല പച്ചക്കിടുന്നത്. ക്രഷ് ചെയ്തിട്ടാൽ അല്ലെങ്കിൽ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിടുമ്പോൾ ഒക്കെ ഇതിൻ്റെ ഫ്ലേവറിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊരു മസാലയുടെ കൂടെ കിടക്കുമ്പോൾ ഒരു പച്ച മണത്തിൽ ആ ഒരു രീതിയിൽ വരും. എണ്ണയ്ക്കകത്ത് ഇതിപ്പോൾ ഒരു താളിപ്പിൻ്റെ ആവശ്യമില്ല, ഇതൊരു ഡ്രൈ ഡിഷാണ്. ഒരു കറിയായിട്ട് വരുമ്പോഴാണ് നമുക്കത് ലാസ്റ്റ് ഫ്രൈ ചെയ്തിടേണ്ട വരിക. അപ്പോൾ ഇതിന് ആ ഒരു ഡിഷിന് അതിൻ്റെ ഒരു ആവശ്യമില്ല. ബട്ടർ ഇങ്ങനെ ചൂടാവുന്നുണ്ട്. മറിനേറ്റ് ചെയ്ത സ്ക്വിഡ് ഇടുകയാണ്. ഈ മസാല റെഡിയായി. സ്ക്വിഡിൻ്റെ ഇതിങ്ങനെ ഇനിയിപ്പോൾ ഇത് ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ജ്യൂസ്, അപ്പോൾ ഈ ജ്യൂസ് നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് വരുന്നത് ഈ ഒരു സോസിനകം ഒഴിച്ചു കൊടുക്കുകയാണ്. സ്ക്വിഡ് വീണ്ടും ഒന്ന് ഇതിനകത്ത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സോസിനകത്ത് കിടന്ന് ആ മസാല ഒന്ന് പെരണ്ട വരുമായിരിക്കും. അതെ, ഇനി അത് ആ മസാല നല്ല കളറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വീണ്ടും അതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, ഡ്രൈ ആയിട്ട്. ആ ഒരു കൂടുതൽ ഫ്ലേവർ ഈ സ്ക്വിഡിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഉണ്ട് ബ്ലാക്ക് പെപ്പർ, മസാലയും കറക്റ്റായി. അപ്പൊ ഇനിയത്തെ എന്തൊക്കെയാണ് ചിലങ്കയുടെ പ്ലാൻസ്? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കാറില്ല. എന്നാലും പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. ചിലത് നടക്കും. എന്നാലും നമുക്ക് ഒരു ആഗ്രഹം, നെക്സ്റ്റ് 5 ഇയേഴ്സിൽ ഒരു ആർട്ടിസ്റ്റ്, ഒരു ആക്ട്രസ് എന്ന നിലയിൽ നമ്മുടെ ഒരു ആഗ്രഹം ഇങ്ങനെയൊക്കെയുള്ള കുറേ ബെസ്റ്റ് കഥാപാത്രം, അല്ലെങ്കിൽ കുറേ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഇഷ്ടപ്പെട്ട ഇങ്ങനെയുള്ള ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും 15 വർഷമായി ഒരു എഡിറ്റർ കൂടെ ഉണ്ട്, ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്യണം എന്നൊക്കെ പല എന്തും ആഗ്രഹിക്കാമല്ലോ. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നന്നായി നടക്കട്ടെ എന്നാണ്. അതിൻ്റെ കൂടെ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യും? ഇപ്പോൾ അദ്ദേഹം ഡയറക്ടറായിട്ട് ആദ്യമായിട്ട് ഒരു ഡെബ്യൂ ഡയറക്ടറായിട്ട് ഒരു എഡിറ്റ് ചെയ്ത ഒരാൾ ഒരു ഡയറക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലങ്ക എന്ന ഒരു ആക്ട്രസ് പ്ലസ് അയാളുടെ ലൈഫ് പാർട്ട്ണർ നിലയിൽ ഏതൊക്കെ നിലയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും? എല്ലാ കഥയും ആദ്യം കേൾക്കുന്ന ഞാനാ. എന്നിട്ട് അതിന് അപ്പൊ തന്നെ നല്ലതാണോ മോശം എന്ന് പറയുമോ? ഒരു വട്ടം നല്ലതാന്ന് പറയുമ്പോ മറ്റേ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ ലോക്കൽസിന് ഇഷ്ടപ്പെട്ടു ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അതെ. ഇതിന്റെ മസാലയുടെ നടുക്ക് കൃത്യം ഒരിത്തിരി തേങ്ങാപ്പാലിന്റെ ഒരു ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ്, ലേശം തേങ്ങാപ്പാലാണ്. ഒരല്പം ബ്ലാക്ക് പെപ്പർ അതിനകത്തിട്ടു. അത് കൂടുതൽ എനിക്കൊന്ന് ബ്ലാക്ക് പെപ്പറാണ് വേണ്ടത്. അതെ, ബ്ലാക്ക് പെപ്പറാണ്. ആ ഒരു അതിൻ്റെ ഒരു സീ ഫുഡും ബ്ലാക്ക് പെപ്പറുടെ ഭയങ്കരമായ ഒരു ടേസ്റ്റാണ്. നമ്മൾ മുളക് പൊടി ഇതിനകത്ത് വളരെ ലേശം ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ടത്. ഇത് അതിൻ്റെ സോസ് സെൻട്രലിൽ ഇരുന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്ക്വിഡ് ഡ്രൈ ആയി ഇതിലേക്ക് നടുക്കിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റ് റെഡി.
ഇത് നമ്മുടെ മസാലയ്ക്ക് ഇത് സ്റ്റഫായി. ഇനി ഇതിനത് ഫൈനലി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടനാടൻ സ്ക്യൂഡ് റോസ്റ്റ് ഓക്കെ ആയി കേട്ടോ. ആ പാലും എല്ലാം ഡ്രൈ ആയി, നല്ല മണം. ഏറ്റവും തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അതെ അതെ, ഒരു തുള്ളിക്ക് വേണ്ടിയിട്ട് ഇത് തേങ്ങാപ്പാൽ. ഇത് തേങ്ങാപ്പാൽ എന്ന് പറയുന്ന ഒരു സ്വീറ്റ്നെസ് ഇതിൻ്റെ സ്പൈസിനെയും ഇതിനകത്തുള്ള പുളിയെയും കൂടെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഇതൊരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് തേങ്ങാപ്പാൽ. അപ്പോൾ അത് ഒരു ലേശം ചേർക്കുമ്പോൾ ഇതിനെ മൊത്തത്തിൽ ബാലൻസായി അതിൻ്റെ എരിവും പുളിയും മധുരത്തിനും എല്ലാം കൂടെ കൃത്യമായിട്ട് നമുക്കൊരു കഴിക്കാൻ ഭയങ്കര ഒരു സ്വാദായിട്ട് മാറി വരും. അപ്പോൾ ഇത് കറക്റ്റ് ഒരു സൈഡിൽ എല്ലാം കൂടെ യോജിച്ച് ഇത് നമ്മൾ വ്യത്യാസമായിട്ട് ഉണ്ടാക്കിയാണ്. അതിൻ്റെ റോസ്റ്റായിട്ട് തെളിവാണ് ഇത് ഒരുമിച്ച് തന്നെ നിൽക്കണം. ഓക്കെ, നമുക്കിനി ടേസ്റ്റ് ചെയ്യേണ്ട ടൈമായി. ഈ സ്ക്വിഡ് റോസ്റ്റ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മൾ ചെറുതായിട്ട് സ്ക്വിഡ് കട്ട് ചെയ്ത് റിങ്സ് പരുവത്തിലാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം എണ്ണയും ആവശ്യമുള്ള ഉപ്പ് ഒഴിച്ച് മറിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാനകത്ത് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും അതുപോലെ ഉലുവയിട്ട് താളിക്കുക. വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മസാല മിക്സായിട്ട് എടുക്കുക. അപ്പോൾ മസാല രണ്ടും കൂടെ ജോയിൻ്റ് ആയിട്ട് വരുമ്പോൾ ലേശം വാളം പുളിയുടെ ചാറ് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് കുറുക്കിയെടുക്കുമ്പോഴായിരിക്കും അടുത്തൊരു പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് ഈ മറിനേറ്റ് ചെയ്ത സ്ക്വിഡും ഒരല്പം കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് വരുമ്പോൾ ആ ജ്യൂസ് കൂടെ ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കുറുക്കിയെടുക്കുക. എന്നിട്ട് ഇത് ഡ്രൈ ആവുന്ന സമയത്ത് ഒരല്പം കോക്കനട്ട് മിൽക്ക് കൂടെ ചേർത്തിട്ട് ഗ്രില്ല് ചെയ്ത സ്ക്വിഡ് ഇട്ട് മിക്സ് ചെയ്ത് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വിഡ് റോസ്റ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു. ചിലങ്ക കുട്ടനാടൻ കൂന്തൽ റോസ്റ്റ് അല്ലെ സ്ക്വിഡ് റോസ്റ്റ്, കണവ റോസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി, താങ്ക് യു. അപ്പം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഈ റെസിപ്പി ഉണ്ടല്ലോ, എന്തായാലും വീട്ടിൽ പോയി ഇതുണ്ടാക്കി. അതുപോലെ പത്തനംതിട്ടയിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ കൂന്തൽ കിട്ടിയാലും അല്ലെങ്കിൽ ചെമ്മീനായാലും മതി, പ്രോൺസ് കിട്ടിയാലും ഇതേ മെത്തേഡിൽ റോസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം. ചിലക്ക് ഈ ഒരു ഷോയ്ക്കകത്ത് വേറൊരു ഗസ്റ്റ് കൂടെ വരാറുണ്ട്. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഭക്ഷണത്തോട് ബന്ധപ്പെട്ട അറിവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആലുവയിലുള്ള സാജിദ റഹീമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ചോദിക്കുക എന്തൊക്കെയാണ് വിശേഷം. സാജിദ വരൂ. ഇതെന്തൊക്കെയാണ് പറയൂ. ചിക്കൻ കൽമാസ്, പിന്നെ നമ്മുടെ ഞാൻ മലബാറുകാരിയാണ്. കോഴിക്കോട് പേരാമ്പ്രയാണ് സ്വദേശം. പാലുവയിലാണ് താമസിക്കുന്നത്. ഇതിപ്പോ കലത്തപ്പമാണ്. ഈ ഒരു ഷോയ്ക്ക് തന്നെ ഇപ്പോൾ എത്രയോ മലബാറിലെ സ്നാക്സ് കഴിച്ചു കഴിഞ്ഞു. ഇവരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു ഭയങ്കര, നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇതൊന്നും എല്ലാവരുടെയും വീടുകളിൽ നിന്ന് കിട്ടില്ല. ഇത് മലബാറിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മുടെ ഒരു സൗത്ത് പാർട്ടിലേക്ക് പോകുമ്പോൾ വേറെ കുറേ അരിപ്പലഹാരങ്ങളാണ്. പക്ഷേ ഇവർ ഇറച്ചി കൊണ്ടായാലും മറ്റതുണ്ടായാലും അത് സ്വീറ്റോ സോറിയോ എന്തും എല്ലാത്തിനും വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സാജിദ കല്യാണം കഴിഞ്ഞപ്പം കുക്ക് ചെയ്യണമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ കുക്ക് ചെയ്തു? അതിന് മുമ്പില്ലായിരുന്നു, പിന്നീട് അതിനും ഭയങ്കര മടിയായിരുന്നു. ഉമ്മ പറയുന്ന സമയത്ത് ഞാൻ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാകും. പക്ഷെ പിന്നീട് നിർവാഹമില്ലാതെ ചെയ്യേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഒരു യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങി. അതിനകത്ത് റെസിപ്പിയൊക്കെ വരുന്നുണ്ട്. റെസിപ്പികൾ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ എന്താണ് ചെയ്യല്? പിന്നെ ബേക്കിംഗ് ചെയ്യുന്നുണ്ട്. ഹോം ബേക്കറാണ്. ഹോം ബേക്കറാണ്. അപ്പൊ ബേക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ പിന്നീട് നമുക്ക് തന്നെ വീട്ടിൽ ക്രഷ് ഒന്നും ഉപയോഗിക്കാതെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചൊക്കെ ചെയ്തുകൂടെ എന്നുള്ള ഇതായി. അങ്ങനെ പിന്നെ പല പല പരീക്ഷണങ്ങളായിരുന്നു. കൊറേയൊക്കെ നടന്ന് അറിയാലോ, കൊറേയൊക്കെ പോകും. അതിനകത്തെല്ലാം ലേൺ ചെയ്തില്ല. അതെ അതെ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരുപാട് മക്കളാണ് ഭയങ്കര സപ്പോർട്ട്. ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് പറയും നമ്മളെടുത്ത്. കഴിച്ചിട്ട് കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല. അപ്പൊ എനിക്ക് അങ്ങനെ വിഷമം തോന്നാറില്ല. കാരണം എന്താണ് ഇതിൽ മാറ്റം വരുത്തേണ്ടത് ഞാൻ തന്നെ ചോദിക്കും. നമ്മൾക്ക് അങ്ങനെ ഒരു ഇതല്ലേ കിട്ടേണ്ടത്.
എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ അല്ലാതെ എല്ലാം കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് അതിൽ എപ്പോഴും അതുപോലെ അങ്ങ് ചെയ്തു പോകും. കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഒരാൾ ഈ ഫുഡ് ക്രിട്ടിക്സ് എന്ന് പറയുന്നതാണ് ശരിക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ഒരു ആസ്വാദനം, അത് എരിവ് എത്ര, പുളി എത്ര, അല്ലെ മധുരം ഇത്ര പാടുണ്ട്, അതിപ്പോൾ ഒരു ബൗണ്ടറി ഉണ്ട് എല്ലാത്തിനും. 1 to 10 സ്കെയിലിനകത്ത് ഒരു 7 ആണ് കറക്റ്റ് പോയിന്റ് എങ്കിൽ ഒരു 7.5 ആയാൽ അത് മനസ്സിലാക്കിയിട്ട് ഇത് ഇത്തിരി കൂടുതലാണ്, ആ ഒരു 5% കൂടി അത് മനസ്സിലാക്കി അടുത്ത തവണ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് 7 അല്ലെ 6.9 അല്ലെ 7.1 കൊണ്ട് നിർത്താൻ പറ്റും. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് ഇത് ഒരു സംരംഭമായിട്ട് ചെയ്യാനൊക്കെയാണ്? സംരംഭമായിട്ട് ചെയ്യണമെന്ന് കുറെ നാളായിട്ട് വിചാരിക്കുന്നതാണ്. അപ്പം ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്, നമുക്ക് എല്ലാം കൂടെ പറ്റാത്തതുകൊണ്ട് കുറച്ചൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. കുട്ടിയൊന്നും പിക്കിളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുതരം പിക്കിളെല്ലാം? ഉണക്കമുന്തിരി പിക്കിളാണ് എന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, ഉണക്കമുന്തിരി അത് ആരുടെ റെസിപ്പിയാണ്? ഉമ്മയുടെ ആണോ? അല്ല, സ്വയം ഡെവലപ്പ് ചെയ്തെടുത്താണോ? ഞാൻ കുറെ ചാനലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്റേതായ രീതിയിൽ ഞാൻ കുറെ മാറ്റങ്ങൾ വരുത്തി ചെയ്ത്. അപ്പൊ എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടി. അതെ, കുറച്ച് പേർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ നല്ല ഫീഡ്ബാക്ക് കിട്ടി. പിന്നെ കുട്ടികളുടെ സ്കൂളിൽ കൊണ്ടുപോകല്ലോ, കൊണ്ടുപോകുമ്പോൾ മറ്റുള്ള കുട്ടികൾ നിങ്ങൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ടോ, ഞങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാണെന്ന് പറയും കുട്ടികൾ. ഞങ്ങൾക്ക് ഒരു ബോട്ടിൽ വേണം, കാശിന് വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനമാണല്ലോ അതൊക്കെ. അപ്പൊ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. എന്താ പേര് പറയാ? കൽമാസ്. കൽമാസ്. ഇത് ചിക്കൻ വെച്ച് ചെയ്യാം, നമുക്ക് പ്രോൺസ് വെച്ച് ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം, എഗ് വെച്ച് ചെയ്യാം. ഇത് കലത്തപ്പം, നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പം. ഇത് പണ്ട് അതെ കലത്തപ്പം എന്ന് പറയും. ഇത് കുക്കർ ചെയ്താണ് അല്ലേ? കുക്കറിലാണ് ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതേ രണ്ട് സൈഡിലും ഒരു സൈഡിൽ കറക്റ്റ് ആയിട്ട് അത് കുക്ക് ആയതിന്റെ റോസ്റ്റ് ഇതുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റ്. ഇത് നോമ്പ് തറ സ്പെഷ്യൽ ആയിട്ടാണോ ഇത് കഴിച്ചിട്ടുള്ളതാണോ ചിലങ്ക? ആദ്യമായിട്ട് കഴിക്കല്ലേ? നോമ്പ് തുറയല്ല, ഇത് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, വളരെ എളുപ്പമാണ്. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ റെസിപ്പി. അതെ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല കുറഞ്ഞ ചേരുവകളിൽ. വേഗത്തിൽ ഒന്ന് പറഞ്ഞ റെസിപ്പി. ഇത് 1 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ ചോറ്, പിന്നെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ശർക്കര, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കി എടുക്കുക. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരിപ്പൊടിയും തേങ്ങയും ചോറും ഒക്കെ അരച്ചെടുക്കുക. അതിനകത്ത് നമ്മൾ ഏലക്കായ ചേർക്കുന്നുണ്ട്, പിന്നെ അത് ചെറിയ ജീരകം നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ ഈ ശർക്കരപ്പാനി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷം കുക്കറിനകത്ത് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ചൂടാക്കുക. അതിനകത്തോട്ട് നമ്മൾ പിന്നെ തേങ്ങാക്കൊത്ത്, ചെറിയുള്ളി, അതാണ് അതെ. പിന്നെ അതിന് ഏറ്റവും അവസാനം നമ്മൾ കുറച്ച് സോഡാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് അത് അതിനകത്തോട്ട് ഒഴിച്ച് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ബാക്കി അടച്ച് കുക്കറിന്റെ പ്രഷർ ഇല്ലേ, വെയിറ്റ് ഉണ്ടല്ലോ, അത് ഊരിക്കളഞ്ഞ് നമ്മൾ അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. റെസിപ്പിയൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് യൂട്യൂബ് ചാനലിന്റെ പേര്? പാച്ചൂസ് മലബാർ കിച്ചൺ ബൈ സാജിദ റഹീം. എനിക്കുണ്ട് 2 ആഴ്ചയായ ചാനൽ. എന്താണ് എനിക്ക് പറഞ്ഞോ, പേര് പറഞ്ഞോ, എല്ലാവരും കേൾക്കട്ടെ. ചിലങ്ക ഒഫീഷ്യൽ ചാനൽ. അപ്പൊ ചിലങ്ക ഒഫീഷ്യൽ. പക്ഷെ അങ്ങനെ വെറുതെ ചാനൽ ഉണ്ടായപ്പോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന കഥകളൊക്കെ ഉണ്ടാക്കി ഇടണം. അതിനകത്ത് മറ്റേ വാഴയില അലുവയുണ്ട്. ആണോ? വാഴയിലയുടെ അലുവ. ഓക്കെ, അപ്പോൾ അത് ചിലങ്കാസ് ഒഫീഷ്യൽ എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ സാജിദയുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇതുപോലെ ഒത്തിരി റെസിപ്പിയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ താങ്ക് യു ചിലങ്ക, താങ്ക് യു സാജിദ, ഇതേപോലെ ഒരു സംഭവം കൊണ്ടുവന്നു. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട പകുതി സ്ഥലങ്ങൾ കാണാൻ ഇന്ത്യയിലെ ഇനി മിസ് ചെയ്യാൻ വെച്ചേക്കുന്ന മൊത്തത്തിൽ എവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം ഈ അടുത്ത ഈ തിരക്കിനിടയിൽ സമയം കണ്ടെത്തി നിങ്ങൾ രണ്ടുപേരും പോവുക. അതുപോലെ ഹസ്ബൻഡിൻ്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട കുറേ വേഷങ്ങൾ ചെയ്യട്ടെ. അതുപോലെ സാജിദ പറഞ്ഞ പോലെ ഇത് ഒരു സംരംഭമായിട്ട് തന്നെ തുടങ്ങി. ഹോം ബേക്കിങ്ങും അതുപോലെ കോഴിക്കോടൻ പലഹാരങ്ങളും ആലുവയിലുള്ളവർക്ക് പറയുന്നുണ്ട്, ഇവിടെ ഇതൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇതൊക്കെ ഇവിടെയുള്ള ആലുവയിലുള്ള ഭക്ഷണപ്രേമികൾക്കോ അല്ലെ എറണാകുളത്തുള്ളവർക്കൊക്കെ കിട്ടാൻ എത്രയും വേഗം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ താങ്ക് യു രണ്ടുപേർക്കും, താങ്ക് യു സോ മച്ച്. ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഗസ്റ്റും അവരുടെ കഥകളും ഭക്ഷണ കഥകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.